അച്ഛനൊക്കെ പോയോ? നിങ്ങള് മറ്റേ കല്യാണത്തിനൊന്നല്ലോ കാര്യങ്ങളാണ് എല്ലാം ശ്രദ്ധിക്കണേ. ഇടയ്ക്ക് ഇപ്പൊ ഞാൻ മിനിച്ചോട് പറഞ്ഞു ശ്രദ്ധിക്കാം. അല്ല നിനക്ക് ഞാൻ പറയാം. ഫസ്റ്റ് ഉണ്ടല്ലോ ഇവൻ ഒരു മായം മേട്ട പാടുക വെള്ളിയൊക്കെ വിട്ട് മനസ്സിലായോ? ആ സാധനം ഞാൻ പറയും ഞങ്ങൾ എടാ നിനക്ക് പ്രാന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്ര പേർക്ക് അറിയാം. ഒരു നാട്ടുകാരെ കേൾപ്പിക്കണമെന്ന് വിളിക്കും. അപ്പൊ ഇവൻ ചൂടാവും. നീ എന്താണ് അങ്ങനെ പറഞ്ഞേ? റൈസ് ആവാ നീ തോർത്താണ് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് എന്താ പ്രാന്ത്? പിന്നെ പ്രാന്തല്ല അതുകൊണ്ട് പാട്ട് പാടാന്നൊക്കെ പറയുമ്പോ പെരേരെ പറയും ചേട്ടാ ഇങ്ങനെയൊന്നല്ല പാടുന്നത്. ഞാൻ പാടും അല്ല എനിക്ക് ഇങ്ങനെ ഇവനെ ഇടയ്ക്കരുത് ഇങ്ങനെയൊന്നല്ല പാടുന്നത്. ഞാനൊരു പാട്ട് പാടുന്ന പെരേരെ ഒരു പാട്ട് പാടും. എങ്ങനെ പാട്ട് പാടും? എന്ത് മണലെങ്കിലും പാടും. പാടി കഴിയുമ്പോ ചേട്ടൻ പറയും എടാ നിങ്ങളൊന്നല്ല പാടേ അഭിലാഷൊരു പാട്ട് പാട്ടുന്നത്. അപ്പൊ ചേട്ടൻ ഇങ്ങനെ മനസ്സിലായത് എന്റെ ഗുരുവാണ്. എന്റെ ഗുരുവാണ് എന്റെ പാട്ട് പഠിച്ച് ഗുരു എന്ന് പറഞ്ഞിട്ട് കേട്ടെടുത്തിട്ട് ഞാൻ പാടും. മധുമൊഴിരാതെ നിന്നെ തേടി നിർത്താൻ പറയണ അമ്മമാര് കുറച്ച് കഴിയുമ്പോ ഞങ്ങൾ നിന്നത് എടാ എന്നെ അടിപൊളി നിർത്താൻ പറയാതെ പറഞ്ഞ ഞാനിപ്പോ ചത്തേന്നുള്ള രീതിയിൽ അവസാനം പറയും. പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോ മാവേലി വരുവാണ്. മാവേലി വരുമ്പോ ഞങ്ങൾ പെട്ടെന്ന് ദൈവം മാവേലി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. എടാ ഞാൻ നിന്റെ അടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വന്നല്ല എന്നെ 14 മെസ്സേജ് ആൾക്കാർ അയക്കുന്നുണ്ട് നിന്റെയൊക്കെ പാതാളത്തിലേക്ക് കൊണ്ട ഫേസ്ബുക്ക് എവിടെ നോക്കില്ല അല്ല എനിക്ക് ഇവര് നോക്കിട്ട് ഒരു തിയേറ്ററിൽ പോകാൻ പറ്റില്ല മനസ്സമാനുണ്ട് സാധനം കേട്ടിട്ട് ആ ഒരു സാധനം അതായത് അതുകൊണ്ട് നിന്നെയൊക്കെ പാതാളത്തിലേക്ക് കൊണ്ടാകുന്ന ഞങ്ങൾ പെട്ടെന്ന് അയ്യോ മാവേലി എനിക്കിവിടെ സിനിമയുണ്ട് മായൻ പറയാൻ അല്ലെ ഞങ്ങൾക്ക് ഇവിടെ പരിപാടി ഉണ്ട് ഇവന് കല്യാണ പരിപാടി സീരിയലുണ്ട് പേര് വേറെ ചാനലിലുള്ള സീരിയൽ അതൊന്നും പറയണ്ട പേര് പറഞ്ഞു സീരിയലുണ്ട് സീരിയൽ സിനിമ എന്ന് പറയും എനിക്കൊരു കല്യാണ പരിപാടി ഉണ്ട് അപ്പൊ ഞാൻ എനിക്ക് പ്രോഗ്രാംസ്